ഹായ്, എല്ലാവർക്കും നമസ്കാരം. ദ്രാവിഡ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കണതേ കുണ്ടന്നൂരിൽ നിന്ന് നമ്മൾ വയറ്റിലേക്ക് പോകില്ല. അപ്പോൾ വയറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് NH-66 കിഴക്കേ സൈഡിനായിട്ട് റൈറ്റ് സൈഡിൽ കുറച്ച് കൊട്ടയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന കുറച്ച് ചേട്ടന്മാരുണ്ട്. അവർ ഫാമിലിയോടെ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ കൂടി യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ ഈ പരിപാടി ഇവിടെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ എന്താണെന്ന് ഇതുവരെ നമ്മൾ കയറി നോക്കിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് അവിടെ കയറിയിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ? ഇങ്ങനെ നോക്കണം. ഓക്കെ, നമുക്ക് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കണതൊരു ഈറ്റാണ്. പക്ഷെ ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ഇത് വെറും ഈറ്റക്കമ്പ് മാത്രമാണ്. പക്ഷേ ഇവരുടെ കയ്യിലോട്ട് ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ മനോഹരമായിട്ടുള്ള കൊട്ടകളായിട്ട് ഈ സാധനം മാറും. ഇവിടെ കൂടി പാസ് ചെയ്തിട്ടുള്ളവരൊക്കെ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടാൽ നോക്കാണ്ട് പോകുമെന്ന് എനിക്ക് തോന്നല്ല കേട്ടോ. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഇവർ ഈ കൊട്ടയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ റോഡ് സൈഡിൽ നിരത്തി വെച്ചേക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്ന് ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരോട് തന്നെ നമുക്ക് ചോദിച്ചൊന്ന് മനസ്സിലാക്കാം. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു ചേട്ടനും ചേച്ചിയും കൂടി ഇരുന്ന് ബാസ്കറ്റ് ഉണ്ടാക്കണേ കേട്ടോ. അത്യാവശ്യം നല്ല ശ്രദ്ധ വേണ്ട പണിയാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നല്ല തിരക്കിട്ട പണിയാണെങ്കിലും ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഇല്ലേ, രണ്ടു പേർക്കും സന്തോഷമായി. ഇവരുടെ ഏത് ഭാഷയിൽ സംസാരിക്കുമെന്ന് ആലോചിച്ചപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇവർ ഞങ്ങളോട് മലയാളത്തിലാണ് സംസാരിച്ചത്. അത് നല്ല തറവിട്ട് തന്നെ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഈ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അണ്ണൻ്റെ പേരെന്താണ്? സുബ്രഹ്മണ്യം. എവിടെയാ വീട്? വീട് ആന്ധ്രയിലാണ്. ഇവിടെ വന്ന് ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ഇങ്ങനെ. എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? ഇവിടെ വന്ന് 4-5 വർഷമായി. 4-5 വർഷമായി? 4-5 വർഷമായുള്ള? 4-5 വർഷമായി. പക്ഷെ ഞാൻ അതിനു മുമ്പ് ഇവിടെ കൂടി പോകുമ്പോൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ആ കൊട്ട ഉണ്ടാക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ വേറെ ആൾക്കാരുണ്ടാവും. ഞങ്ങൾ വന്ന് 4-5 വർഷമായി. അതെ. അണ്ണന്റെ ഭാര്യയാണത്? ഭാര്യ. എന്താ അക്കടെ പേര്? കനകമ്മ. നിങ്ങളുടെ തൊഴിൽ ഇത് തന്നെയാണോ? നമ്മ തൊഴിൽ ഇതേ ജോലി. കൊട്ടുണ്ട് വെളി ബാസ്കറ്റ് വരയ്ക്ക് ചെയ്യും. അതോ വലുതുണ്ട് നോക്കാം. അവിടെ എല്ലാ ഐറ്റംസ് ചെയ്യും. ഓർഡർ കൊടുത്താൽ എന്ത് മോഡലാണെങ്കിലും ചെയ്യും. എല്ലാം റൗണ്ട് മോഡൽ ചെയ്യുക. ഓർഡർ വരുമ്പോഴത്തേക്ക് അതും ചെയ്യാറുണ്ടോ? ചെയ്യുമല്ലേ, ഇഷ്ടംപോലെ ചെയ്യുമല്ലേ. അതെ, ഏതാണെങ്കിലേ റൗണ്ട് ആണെങ്കിലേ ചെയ്യും. സ്ക്വയർ മാതിരി നമ്മൾ ചെയ്യാനും പറ്റില്ല. അതെ, നമ്മ ഇതേമാതിരി കച്ചവടം. ഈറ്റിനപ്പം നിങ്ങൾ ശരിക്കും എവിടെ നിന്ന് ഈറ്റ കൊണ്ടുവന്നെ? ആന്ധ്ര. ഈറ്റ ആന്ധ്ര തന്നെയാണ് കൊണ്ടുവന്നത്? ആന്ധ്രാണ്ട് വരും. ആന്ധ്രയിലെ ലാരിയിൽ കൊണ്ടുപോകും. ആന്ധ്രയിൽ നിന്ന് ലോറിയിൽ കൊണ്ടുവരും അല്ലേ? കാട്ടുക പോയി കത്തി അത് കൊണ്ടുപോയി ഇട്ടിട്ട് എല്ലാം ரொம்ப ജോലി ഉണ്ട്. ഈ ജോലി ചെയ്യാനേ പറ്റില്ല. ரொம்ப കഷ്ടപ്പാടത്തിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു വരുമാനമില്ല, ഒന്നുമില്ല. ഇങ്ങനെ വന്ന് ഇങ്ങനെ കഷ്ടപ്പാടത്തിൽ ഇങ്ങനെ ജീവിക്കും. എവിടെയല്ലേ ഇതോ നോക്കോ വീട്. ഉണ്ട്, ഒരു 10 ഫാമിലി ഉണ്ടാവും. എല്ലാ 10 ഫാമിലി ഉണ്ട്. എല്ലാം ഒരു 20 ആള് അങ്ങനെ ഉണ്ടാവും. ഇവിടെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം കുറച്ച് കൂടുതൽ അങ്ങനെ കച്ചവടം കുഴപ്പമില്ല. അങ്ങനെ മാറി. പക്ഷെ നല്ല നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. എല്ലാ മോഡൽ 20-30 മോഡൽസ് ഞങ്ങൾ റെഡിയാക്കും. പ്ലാസ്റ്റിക് ഉപയോഗിക്കേണ്ട ഈ സാധനം നല്ലത്. 4 പേരുണ്ട്. 3 ഒരു പെണ്ണ്. അവര് പഠിക്കണോ? എല്ലാവരും പഠിക്കുന്നത്. ഒരു പൈ ഡിഗ്രി പഠിച്ചിട്ടുണ്ട്. 2 പൈ ഒരു ഇന്റർ ഫസ്റ്റ് 2 പഠിക്കുന്നത്. ആന്ധ്ര. അവർ ആന്ധ്രയിൽ തന്നെയാണോ? എല്ലാവരും ആന്ധ്ര. മകളുണ്ട്. ഇതിന്റെയൊക്കെ ഭംഗി കണ്ട എന്ത് ഭംഗിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നെയ്ത് വെച്ചേക്കാം. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കാം. ഇത് കണ്ട ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ തുണികളൊക്കെ നമുക്ക് ഇട്ട് മടക്കിയൊക്കെ വെക്കാം.
ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ഗ്രാമത്തിൽ നിന്നുള്ള പരമ്പരാഗത നെയ്ത്ത് തൊഴിലാളികളാണ് കേട്ടോ ഇവർ. നാടോടി സംഘങ്ങളെപ്പോലെ പല സ്ഥലങ്ങളിലായി താമസിച്ച് കച്ചവടം നടത്തിയാണ് ഇവർ ജീവിക്കുന്നത്. ഏതാണ്ട് 10ഓളം കുടുംബങ്ങളാണ് നിലവിലിവിടെ ഉള്ളത്. ബാക്കിയുള്ളവർ നമ്മുടെ രാജ്യത്ത് തന്നെ പല ഭാഗങ്ങളിലായിട്ട് ഇതേ കച്ചവടം നടത്തി തന്നെയാണ് ജീവിക്കുന്നത്. ഇവരുടെ കൂടെ തന്നെ ഒരു ചേട്ടനാണ് കേട്ടത്. രാമയൻ എന്നാണ് പുള്ളിയുടെ പേര്. അതോ ടെന്റ് ഉണ്ടല്ലോ, ടെന്റ് ഉണ്ടല്ലോ വീട്. ഉണ്ടാവും. ബുദ്ധിമുട്ടായിരിക്കൂലേ മഴയുടെ ടൈമിന്? അപ്പൊ താർപോലെ ഇട്ട് മൂടി വെച്ചിട്ട് മഴയുള്ള സമയത്തില് വെക്കുമല്ലേ? പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ, പാവയ്ക്ക. ഇവര് കൊട്ടയൊക്കെ നെയ്തേക്കണതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ. ഭംഗി മാത്രമല്ല, ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി നല്ല സ്ട്രോങ് ആണ്. നമ്മൾ പെട്ടെന്നൊന്നും പിടിച്ചാലൊന്നും ഈ സാധനം അങ്ങനെ ബെൻഡായൊന്നും കൊടുക്കൂല. അത്രക്ക് നല്ല പ്രൊഫഷണൽ മേക്കിങ്ങിലാണ് അവർ ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കണം. ഇത് എത്ര അവരെ അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല കേട്ടോ. അതുപോലത്തെ ഒരു വർക്കാണ് അവരുടെ. ഞങ്ങൾ ചെന്നത് ഒരു ദിവസം ഞായറാഴ്ച വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇല്ലേ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ അധികം ആൾക്കാർ വണ്ടി നേരത്തെ സാധനങ്ങൾ മേടിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇത് ശ്രദ്ധിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇറങ്ങി ഇതിൻ്റെ വിലയെങ്കിലും ചോദിക്കാതെ പോകുമെന്ന് എനിക്ക് തോന്നണില്ല. അത്രക്ക് അടിപൊളി സാധനങ്ങളല്ലേ ഇതൊക്കെ. ഇത്രയും മനോഹരമായിട്ട് കൊട്ടുന്നതാണ് ഇവരുടെ ജീവിതം അത്രത്തോളം മനോഹരമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെന്നാണ് ഉത്തരം. കാരണം എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു കുടിൽ, ഈ കാണുന്ന കുടിലുകളിലാണ് ഇവർ ചുരുക്കം ജീവിക്കുന്നത്. ഒരാൾക്ക് കഷ്ടിച്ച് നിവർന്നു നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ കഴിയാത്ത ഈ കുടിലാണ് ഇവർ ജീവിക്കുന്നത്. ഇവിടെ കറണ്ടില്ല, വെള്ളമില്ല, സാനിറ്റേഷൻ സൗകര്യമില്ല, ഒന്നുമില്ല. നമ്മുടെ സർക്കാർ അധികാരികളൊന്നും മനസ്സിലാക്കില്ല. ഇവർക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ഇവരുടെ പ്രോഡക്റ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് വിൽക്കാൻ പറ്റും. അതുവഴി അവർക്കും നമ്മുടെ രാജ്യത്തിനും ഗുണമുണ്ടാവും. അത്രയ്ക്ക് ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ക്രാഫ്റ്റാണ് അവരുടേത്. വർഷങ്ങൾക്ക് മുമ്പ് ചൈനീസ് ഗവൺമെൻറ് അവരുടെ നെയ്ത്ത് തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്ത കാര്യം ഇത് തന്നെയാണ്. ഇവിടെ കൂടെ പോകുമ്പോൾ എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു, ഇടയ്ക്ക് ഇവിടെ ഒന്ന് നിർത്തണം, ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം, ഇവരുടെ വർക്കൊക്കെ ഒന്ന് കാണണം, എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണമെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ അത് സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്നത് നടന്ന് കുഞ്ഞാൻ്റെ ഒരു കൊട്ട മാറ്റി. കുഞ്ഞാൻ്റെ കൊട്ട ഇഷ്ടപ്പെട്ടാ? അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.